ഇനി ഇസ്ലാമില് റസൂലിന്റെ സ്ഥാനം എന്താ? വിശ്വാസ രംഗത്ത് റസൂല് പടച്ചവനാണോ? ആണോ? മലക്കാണോ? ആണോ? ജിന്നാണോ? ആണോ? അല്ല, മനുഷ്യനാണ്. എന്താണ് ഇത്? ശരിക്ക് പഠിക്കേണ്ടതാണ്. സുന്നികൾ പറയണേ മലക്കുകളെ കാണാൻ കഴിയില്ല, മുഹമ്മദ് നബിയെയും കാണാൻ കഴിയില്ല. ശരിക്ക് പഠിക്കണേ, ശരിക്ക് പഠിക്കണേ. ഇതൊന്നും വെറുതെ പറയല്ല. അമേരിക്കയിലും ലണ്ടനിലുള്ള വാദത്തെ പറ്റിയല്ല പറയണേ. ശരിക്ക് ശ്രദ്ധിക്കണം, ശരിക്ക് മനസ്സിലാക്കണം. റസൂല് മലക്കുകളെ കാണാൻ കഴിയാത്തതുപോലെ റസൂലിനെ നമുക്ക് കാണാൻ കഴിയില്ല. റസൂല് നമ്മളോടൊപ്പമുണ്ട്. ഇപ്പോ ഈ സദസ്സിൽ മലക്കുകളുള്ള പോലെ റസൂൽ ഇവിടെ ഉണ്ട് എന്നാണ് സുന്നികൾ പറയുന്നത്. സുന്നികൾ എന്ന് പറഞ്ഞാൽ സുന്നി പ്രവർത്തകരല്ല, സുന്നി പണ്ഡിതന്മാർ പറയുന്നത്. ഇസ്ലാമിന്റെ ആദർശമല്ല ഇത്. ഇസ്ലാമിന്റെ ആശയത്തിനെതിരാണ്, ഖുർആനിനെതിരാണ്, സുന്നത്തിനെതിരാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, വെറുതെ പറഞ്ഞാൽ പോരാ, തെളിവ് വേണം. ലേറ്റസ്റ്റ് തെളിവുകളാണ്. കേൾക്കണേ, ശരിക്കും മനസ്സിലാക്കണേ, ശരിക്ക് ചിന്തിക്കണം, ശരിക്ക് ചിന്തിക്കണം. ഞാൻ പറയും, കേട്ടോളൂ. വായിച്ച് ഞാനങ്ങോട്ട് തരും, കിതാബും പറയും, വേണമെങ്കിൽ നോക്കാനും തരും. തിരിച്ച് തന്നാ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. തിരിച്ച് തന്നാ മതി. ശരിക്ക് മനസ്സിലാക്കുക, ശരിക്ക് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരും, പണ്ഡിതന്റെ പേര് പറഞ്ഞു തരും, എഴുതിയ ആളെ പറഞ്ഞു തരും, എഴുതിയത് എന്താന്ന് വായിച്ചു തരും. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി. കേട്ടോളൂ, ഞാൻ നിങ്ങൾക്ക് ആ ഭാഗം എടുത്ത് കാണിച്ചു തരാം. 43 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണൽ എന്നാണ് ഈ അധ്യായം. ഇത് പുസ്തകം നിങ്ങൾക്ക് ഞാൻ ആദ്യം പരിചയപ്പെടുത്തി തരാം. തർക്ക വിഷയങ്ങൾക്ക് ഒരു പരിഹാരം. ഇത് ഒരു അറബി എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അറബി എഴുതിയിട്ടുള്ള ഒരു പുസ്തകം. ഈ പുസ്തകത്തിൽ ഇത് വിവർത്തനം ചെയ്തത് ആരാ അറിയോ? അതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ഇത് വിവർത്തനം ചെയ്തത് പാറന്നൂർ പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന സുന്നികളിലെ AP സുന്നികളിലെ കരുത്തനായ പണ്ഡിതനാണ് ഈ പുസ്തകം എഴുതിയത്. ഇത് ഈ മാസം ഞാൻ വാങ്ങിയതാണ്. SYSന്റെ ബുക്ക് സ്റ്റാൾ മർക്കസ് കോംപ്ലക്സിൽ വെച്ച് ഈ മാസം 8-ാം തീയതി ഞാൻ വാങ്ങിയിട്ടുള്ള പുസ്തകമാണ്. 8-ാം തീയതി ഈ പുസ്തകം അവിടുന്ന് വാങ്ങിയിട്ടുണ്ടോന്ന് അവിടുത്തെ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഈ പുസ്തകം 8-ാം തീയതി വാങ്ങിയ പുസ്തകമാണ്. ഇത് വിവർത്തനം ചെയ്തിട്ടുള്ളത് പാറന്നൂർ പി മൊയ്തീൻകുട്ടി മുസ്ലിയാരാണ്. നിങ്ങൾ സുന്നികളെ ശരിക്കും പഠിക്കണം, പണ്ഡിതന്മാരെ ശരിക്കും പഠിക്കണം, പാവപ്പെട്ട സുന്നികളെ. ഇതിൽ കണ്ടോളി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണൽ, നബിയെ സ്വപ്നം കാണൽ. 42-43 പേജാണ്. അതിൽ 43-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇത് വിവർത്തനം ചെയ്യുന്നത് പാറന്നൂർ പി മൊയ്തീൻകുട്ടി മുസ്ലിയാരാണ്. ഇനി ഈ പുസ്തകത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. പാവപ്പെട്ട സുന്നി സമൂഹം, മുസ്ലിം സമൂഹം കണ്ട് പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ, എന്നിട്ട് ഇതനുസരിച്ച് ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട് എഴുതുന്ന പുസ്തക കേട്ടോ. ശരിക്കും മനസ്സിലാക്കുക, വായിച്ച് കളിപ്പിച്ചേ ശ്രദ്ധിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തോടും ആത്മാവിനോടും കൂടി ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരത്തോടും ആത്മാവോടും കൂടി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഭൂമുഖത്തും ആകാശലോകത്തും എപ്പോൾ വേണമെങ്കിലും അവിടുത്തെ ഇഷ്ടപ്രകാരം സഞ്ചരിക്കാവുന്നതാണ്. ശരിക്കും മനസ്സിലാക്കണേ, ശരിക്കും മനസ്സിലാക്കണം. ഈ പാറന്നൂർ പി മൊയ്തീൻകുട്ടി മുസ്ലിയാരെ 50 കൊല്ലം മുമ്പ് ജീവിച്ച ആളല്ല, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളാണ്. ഇന്ന് സമയം വരെ മരിച്ച വാർത്ത കിട്ടിയിട്ടില്ല. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് കുവൈത്തിലേക്ക് പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഒരേ ഫ്ലൈറ്റ്. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ടോ ആ ആൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. സുന്നികളുടെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. അയാൾ എഴുതുന്നത് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തോടും ആത്മാവിനോടും കൂടി ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഭൂമുഖത്തും ആകാശലോകത്തും എപ്പോൾ വേണമെങ്കിലും അവിടുത്തെ ഇഷ്ടപ്രകാരം സഞ്ചരിക്കാവുന്നതാണ്. പടച്ചോൻ തന്നെ തോറ്റി.
എന്താ? പടച്ചോൻ വലിയൊരു കാര്യമായിട്ട്, ആനക്കാരിയായിട്ട് പറഞ്ഞൊരു കാര്യം. എന്ത്? നബീൻ ഒരു തവണ ആകാശത്ത് കൊണ്ടുപോയത്. പടച്ചോൻ വലിയ പുതുമയില് ഈ ആശ്ചര്യത്തിന്റെ പ്രയോഗം പ്രയോഗിച്ചുകൊണ്ട് അള്ളാഹ് പറയുന്നുണ്ട്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. അല്ലാഹ് എത്ര പരിശുദ്ധനാണ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു കാര്യം, അല്ലേ? വലിയൊരു കാര്യം റസൂല് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് ആകാശാരോഹണം നടത്തിയത് വലിയൊരു കാര്യമായിട്ട് ഒരു അധ്യായത്തിൽ, 17-ാം അധ്യായത്തിൽ ഒന്ന് പഠിപ്പിക്കുക. അബൂബക്കർ സിദ്ദീഖും സഹാബത്തും ഒക്കെ നബി ഒരു പ്രാവശ്യം പോയി എന്ന് വിശ്വസിച്ചവരാണ്. ഒരൊറ്റ ഹദീസുകളിലും ഈ ഒരു പരാമർശം ഇല്ല, എവിടെയില്ല. എന്നിട്ട് ഇവര് പറയുന്നത് എന്താണ്? ആകാശ ലോകത്തും ഭൂമി ലോകത്തും നബിക്ക് എപ്പ വേണമെങ്കിലും പോകാം. റസൂലിനെ പറഞ്ഞിട്ടുണ്ടോ അത്? റസൂല് പറയാ, ഞാൻ ഒരു പ്രാവശ്യം പോയി, അന്ന് നരകവും സ്വർഗവും ഒക്കെ കണ്ടു, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ജോർജ് ഡബ്ല്യു ബുഷ് ഒന്നല്ല ഇസ്ലാമിന്റെ ശത്രു. പാറന്നൂർ പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉൾക്കൊള്ളുന്ന കാന്തപുരം സുന്നികളാണ് കേരളത്തിൽ ഇസ്ലാമിന്റെ പിശാച് കഴിഞ്ഞ ഏറ്റവും വലിയ ശത്രു. കാരണം ഇവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചവനൊക്കെ നരകത്തിലാണ്. RSSകാർക്ക് ഒന്നാം സ്വർഗത്ത് പോകും മുസ്ലിം ആണെങ്കിൽ. ബോംബിട്ടിട്ട് ആ പ്രദേശത്തെ മുസ്ലിങ്ങളൊക്കെ മരിച്ച പോലെ രക്തസാക്ഷികളാണ്. പക്ഷെ സുന്നി വിശ്വാസം അനുസരിച്ച് മരിച്ച ആജീവനാന്തം നരകത്തില. അപ്പൊ ആരാ ഏറ്റവും വലിയ ശത്രു? ആരാ ഏറ്റവും വലിയ ശത്രു? ഇനി കേട്ടോളൂ, വിശുദ്ധ ഖുർആനിലുണ്ടോ ഈ പരാമർശം? നബിക്ക് ഇഷ്ടമുള്ളപ്പൊക്കെ പോവാൻ അങ്ങനെ ഒരു അവകാശം അല്ലാഹ് കൊടുത്തിട്ടില്ല. റസൂൽ തന്നെ. അല്ലെങ്കിൽ പിന്നെ ചെങ്ങായിമാരെ, എന്റെ പൊന്നാര മുസ്ലിങ്ങളെ, ഇയാൾക്ക് ദീനും അറിയില്ല, ഇയാൾക്ക് ഇസ്ലാമും അറിയില്ല, ഇയാൾക്ക് മുസ്ലിം ആയിട്ടില്ല. നിങ്ങൾക്കറിയോ, ഒരു തവണ പോയതിനെ കുറിച്ച് ആ മക്കത്ത് ചർച്ച. എന്നിട്ട് അബൂജഹൽ പറയാ, അബൂബക്കറെ ഇനിയെങ്കിലും ഇയാള് ഭ്രാന്തനാന്ന് പറഞ്ഞൂടെ? ആ പോയി വന്നെന്നാ പറയണേ. അപ്പൊ എന്നാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയേണ്ടത് എന്താ? ഓ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു തവണ ഉണ്ടായപ്പോ വലിയ ആശ്ചര്യം. നബി എപ്പോഴും പോകുന്ന ആളല്ലേ, അല്ലേ? നബി എപ്പോഴും പോകുന്ന ആളല്ലേ എന്നല്ലേ പറയേണ്ടത്? സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല, സഹാബികൾ പഠിപ്പിച്ചിട്ടില്ല, താബീങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, താബിഈങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, മദ്ഹബിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ലോകത്തെ മുഹദ്ദിസീങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ലോകത്തെ മുഫസ്സിരീങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രു പിശാച്, ആ പിശാചല്ലാതെ ഇങ്ങനൊരു വാദം പഠിപ്പിച്ചിട്ടില്ല. ഈ പുസ്തകം സഹോദര ഇന്നും സുന്നി പ്രസിദ്ധീകരണാലയങ്ങളിൽ ദീനിന്റെ പുസ്തകമായി പഠിപ്പിക്കപ്പെടുന്നു. തർക്കത്തിനൊരു വിഷയമെന്ന്, പരിഹാരമെന്ന ഈ വിഷയം, ഇത് തർക്കത്തിനൊരു പരിഹാരം എന്നാ. ഇത് തർക്കത്തിന് തീ കൊളുത്തിയതാണ്. എന്നിട്ട് അടുത്ത വാചകം കേട്ടോളൂ കേട്ടോ, അവിടെ ഒന്നും അവസാനിക്കണില്ല. അടുത്ത വാചകം കേട്ടോളൂ. എന്താ പറയണ അറിയോ? മരണത്തിന് മുമ്പ് നബി എപ്രകാരമായിരുന്നോ അതേ അവസ്ഥയിലാണ് അവിടുന്ന് എപ്പോഴും ഉള്ളത്. മലക്കുകളെ, അടുത്ത വാചകാട്ടോ, മലക്കുകളെ നമുക്ക് കാണാൻ കഴിയാത്തതുപോലെ അവിടുത്തെയും കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രം. മലക്കുകളെ നമുക്ക് കാണാൻ കഴിയാത്ത പോലെ അവിടുത്തെയും നമുക്ക് കാണാൻ കഴിയില്ലെന്ന് മാത്രം. ആർക്കെങ്കിലും ഈ മറ അള്ളാഹു നീക്കിക്കൊടുക്കുകയാണെങ്കിൽ കറാമത്തൊന്നോണം അവർക്ക് നബിയെ നേരെ കാണാവുന്നതാണ്. എന്ത്? മലക്കുകൾ കാണാത്ത പോലെ നബീനെ കാണാൻ കഴിയില്ല. ഞാൻ ചോദിക്കുന്നു, ഇയാളെ മതമേതാണ്? ഇയാൾ ഏത് മതക്കാരനായിരിക്കും? അല്ലേ, അറിയില്ല. പുതിയൊരു മതമാണ് സുന്നി മതം. സുന്നി മതം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നൊന്നും പറഞ്ഞാൽ പടച്ചോൻ